ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നിറവിലേക്ക് എവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനം ശുശ്രൂഷിപ്പാൻ കർത്താവ് തന്ന വിലപ്പെട്ട സമയത്തിനായി തിരുനാമത്തെ സ്തുതിക്കുന്നു. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി 2 വേദഭാഗങ്ങൾ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 18-ാം വാക്യം. കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രയേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. 2 പത്രോസ് 3-ാം അധ്യായം 13-ാം വാക്യം. എന്നാൽ നാം അവൻ്റെ വാഗ്ദത്തപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. ഈ 2 വാക്യങ്ങളിലും 2 അപ്പോസ്തലന്മാർ ഒരേ കാര്യം പറയും. പൗലോസ് കൊരിന്ത്യർ പറഞ്ഞു, കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രയേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് അതിൻ്റെ കാരണവും പറഞ്ഞു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. പത്രോസ് പറഞ്ഞു, നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. അവിടെ ഈ കാത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? നമ്മൾ തുടർച്ചയായ ഒരു 5 വീഡിയോ ഇതിന് മുൻപ് ചെയ്തല്ലോ. ഒരേ വിഷയം, ബിവെയർ, സൂക്ഷിച്ചുകൊള്ളുക അല്ലെങ്കിൽ ജാഗ്രതയായിരിക്കുക എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് 5 വീഡിയോ ചെയ്തു. അതിൻ്റെ ഇനി അങ്ങോട്ട് കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. വാസ്തവം പറഞ്ഞാൽ അതിനോടുള്ള ബന്ധത്തിൽ തന്നെയാണ് ഇതും വരുന്നത്. നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു എന്ന് പത്രോസ് പറഞ്ഞു. ഇവിടെ പൗലോസ് പറഞ്ഞു, കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രയേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഒരു ദൃശ്യലോകവുമുണ്ട്, അദൃശ്യലോകവുമുണ്ട്. പൗലോസ് പറയുന്നു, ഈ കാണുന്നതിനെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നില്ല. പൗലോസ് മാത്രമല്ല, അപ്പോസ്തലന്മാരെല്ലാം ആ വാക്ക് പറഞ്ഞിരിക്കുന്നത് കാണാം. അല്ലെങ്കിൽ പ്രധാന അപ്പോസ്തലന്മാരുടെ ഒക്കെ വാക്കിൽ നമുക്കിത് കാണാം. 1 യോഹന്നാൻ 4-ാം അധ്യായം 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറഞ്ഞായിരുന്നു, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ലോകം ഒഴിഞ്ഞു പോകും. പത്രോസ് അവൻ്റെ 2-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൽ വീണ്ടും അത് പറയുന്നുണ്ട്. 6-7 വാക്യങ്ങളിൽ ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉണ്ടായ ഭൂമിയും തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല എൻ്റെ 10-ാം വാക്യത്തിൽ 10-11 വാക്യങ്ങളിൽ ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തും, ഭൂമി അതിൻ്റെ പണികളും വെന്തുപോകും എന്ന് പറഞ്ഞിരിക്കുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായത്തിലെ വാക്യം ഉദ്ധരിച്ചുകൊണ്ട്, ഞാൻ ആകാശത്തെയും ഭൂമിയെയും കരയെയും ഒക്കെ കടലിനെ എല്ലാം ഇളക്കും എന്ന് ഹഗ്ഗായി 2-ൽ പറഞ്ഞിരിക്കുന്നത് ഉദ്ധരിച്ചുകൊണ്ട് അപ്പോസ്തലൻ പറയുന്നു, എന്തിനാണ് നിർമ്മിതമായ നീക്കം വരണം, ഇളകാത്ത രാജ്യം വരണം. അപ്പോൾ ഒരു യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസിയെ, എല്ലാവരെയും അല്ല, യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസിയെ ഹൃദയത്തിലെ പ്രധാനപ്പെട്ട ആഗ്രഹമാണ് ഇളകാത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇളകാത്ത രാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുക. നമ്മുടെ പ്രത്യാശയും അതാണ്. കർത്താവ് യേശു പറഞ്ഞിരുന്നല്ലോ, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ സ്ഥലമൊരുക്കിയ ശേഷം വീണ്ടും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞല്ലോ. അപ്പോൾ പുതിയ നിയമ ഉപദേശം മാത്രമല്ല, ഇത് പുതിയ നിയമ ഉപദേശം മാത്രമല്ല, പുനരുദ്ധാനം ഉണ്ടെന്നും ഒരു പുതുലോകത്തിലേക്ക് പ്രവേശിക്കുമെന്നും പഴയ നിയമ പിതാക്കന്മാരും വിശ്വസിച്ചിരുന്നു. എബ്രായർ 11-ാം അധ്യായത്തിൽ വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങൾ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും
അടിസ്ഥാനങ്ങളുള്ള നഗരത്തിനായി കാത്തിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെ 16-ാം വാക്യത്തിൽ അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നല്ലോ എന്ന് കാണാം. അപ്പോൾ മരണാനന്തര ജീവിതവും ദൈവത്തോടു കൂടെയും എന്നേക്കും ജീവിക്കാമെന്നും തെളിവായി ദൈവം വേദപുസ്തകത്തിൽ തെളിച്ചു പറയുന്നു. അപ്പോൾ അത് ഇങ്ങോട്ട് മടങ്ങി വരട്ടെ. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആണിക്കൽ തന്നെ ഈ ലോകം കാണുന്നതിന് വേണ്ടിയുള്ള ജീവിതമല്ല. എന്താണത്? എന്തുകൊണ്ട് കാണാത്തതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു? അപ്പോസ്തലൻ പറഞ്ഞു, കാണുന്നതിനെയല്ല കാണാത്തതിനെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടെന്ന് ഒറ്റ വാക്കിൽ അവിടെ പറഞ്ഞു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. താൽക്കാലികം, കാണുന്നത് എല്ലാം താൽക്കാലികമാണ്. മാത്രമല്ല അത് യഥാർത്ഥമല്ല. അത് മാത്രമല്ല ഇത് ഇളകുന്നതാണ്. ഇതെല്ലാം ഇളകിപ്പോകുന്നതാണ്. ഇച്ഛാപ്രവണത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, ഭൂമി പൊട്ടുകുറെ പൊട്ടുന്നു, കിറുന്നു, കാവൽ മടം പോലെ ആടുന്നു. എബ്രാഹിം ഇളക്കമുള്ളത്. ഹഗായിൽ ഞാൻ പറഞ്ഞ പോലെ എല്ലാം ഇവിടെ ആകാശവും ഭൂമിയും കരയും കടലും എല്ലാം ഇളകും. ഇളകി പോകുന്നതിൽ അത് സ്ഥിരമായതല്ലോ, ഇതെല്ലാം നീക്കം വേണം. മാത്രമല്ല ഇത് ഒഴിഞ്ഞു പോകുന്നു. ഞാൻ ആ വാക്യം നേരത്തെ പറഞ്ഞു, ലോകം അതിൻ്റെ മോഹം ഒഴിഞ്ഞു പോകും. പത്രോസാണ് തെളിച്ചു പറഞ്ഞത്, തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. ഭൂമി അതിൻ്റെ പണികളും വെന്തുപോകും. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയും. അത് ഇംഗ്ലീഷ് ഭാഷാന്തരത്തിൽ എലിമെന്റ്സ് എന്ന് തന്നെ കാണാം. അല്ലെങ്കിൽ മൂലഘടകം അതികഠിനമായ ചൂടിനാൽ അത് വെന്തുരുകും എന്നും കാണാം. ഇന്ന് മീൻ പിടിച്ചേർന്ന പത്രോസ്, ഒരു വിദ്യാഭ്യാസമില്ലാത്ത പത്രോസ്, പഠിപ്പില്ലാത്തവനും സാമാന്യ മനുഷ്യനുമെന്ന് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ വിവരിക്കപ്പെട്ട പത്രോസ്, ആധുനിക കാലത്ത് മാത്രം അല്ലെങ്കിൽ ഒരു 200 വർഷത്തിന് ഇപ്പുറം തെളിയിക്കപ്പെട്ട 200 അണുശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന പ്രമാണം തയ്യാറാക്കിയതിന് ഐൻസ്റ്റീൻ ആണല്ലോ. അപ്പോൾ അണുവിനെ വിഘടിക്കുകയും അത് അതികഠിനമായ ചൂടിന് കാരണമായി തീരുമെന്നൊക്കെ ഇന്നത്തെ കാലത്ത് തെളിയിക്കപ്പെട്ട ആ വാസ്തവത്തിൽ പത്രോസ് പറഞ്ഞത് 19 നൂറ്റാണ്ടുകൾ അബദ്ധമെന്നേ മനുഷ്യർ ധരിച്ചിട്ടുള്ളൂ. എന്നാലും ഇക്കാലത്ത് അത് സാധ്യമെന്ന് തെളിഞ്ഞു. പോട്ടെ, ഞാൻ അങ്ങോട്ട് ശാസ്ത്രത്തിലോട്ട് കിടക്കുന്നില്ല. ഇങ്ങനെ എല്ലാം കത്തിയഴി തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. സകലവും നശിക്കും. മാത്രമല്ല ഈ അഴിഞ്ഞു പോകുന്നതിൽ നാം ആശ്രയം വെച്ചാൽ സംഭവിക്കുന്ന ഒരു കാര്യം യോഹന്നാൻ പറഞ്ഞായിരുന്നു, ലോകം അതിൻ്റെ മോഹം ഒഴിഞ്ഞു പോകും. നാം അതിൻ്റെ പുറകെ പോയാൽ നാം ഒഴിഞ്ഞു പോകും. ദൈവേക്ഷണം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. അപ്പം ദൈവേക്ഷണം ചെയ്യാത്തവൻ അതിൻ്റെ കൊടുത്തി പോകും. അപ്പോൾ അതാണ് താൽക്കാലികമായത്. പൗലോസ് ഒറ്റ വാക്കി പറഞ്ഞു, കാണുന്നത് താൽക്കാലികം, ഒന്നും സ്ഥിരമല്ല. എല്ലാവരും പറയും ഈ ലോകത്തുള്ള ഒന്നും സ്ഥിരമല്ലെന്ന്. പക്ഷേ അതിൻ്റെ പുറകെ ഓട്ടം മുഴുവൻ. എന്നാൽ കാണാത്തോ അത് നിത്യം. അതല്ല, അതിന് അബ്രഹാം പറഞ്ഞ പോലെ അബ്രഹാം കാത്തിരുന്നത് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുമായ നഗരം. ദൈവം നിർമ്മിച്ചത്, ദൈവനിർമ്മിതം, അതെന്നേക്കും ഇരിക്കുന്നത്. മാത്രമല്ല അതിനെക്കുറിച്ച് കൊലോസ്യർ പൗലോസ് പറഞ്ഞത് വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശം. പത്രോസ് തൻ്റെ 1-ാം അധ്യായത്തിൽ പറഞ്ഞു, ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്ത അവകാശം. ഒരിക്കലും ചെയ്യിക്കാത്തത്, ഒരിക്കലും പാടാത്തത്, നിത്യനൂതനം, ദൈവദേശനാൽ പ്രകാശിപ്പിക്കപ്പെടുന്നത്, തേജസ് നിറഞ്ഞത്, എന്നേക്കും ഇരിക്കുന്നത്. ആ നിത്യരാജ്യത്തിന് വേണ്ടിയാണ് നാം അധ്വാനിക്കുക. പൗലോസ് പറഞ്ഞു, ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ കാത്തിരിക്കുന്നു. വി ആർ വെയിറ്റിംഗ് ഫോർ, ഞങ്ങൾ അതിനായി കാത്തിരിക്കുന്നു. പത്രോസും പറഞ്ഞതാണല്ലോ,
അവൻ്റെ വാഗ്ദത്ത പ്രകാരം പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. എനിക്ക് മറ്റു വശങ്ങൾ വിവരിക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവന് അതിനുവേണ്ടി കാണാത്തതിനു വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറയുന്നവരല്ല, കാത്തിരിക്കുന്നവർ അവരെങ്ങനെയുള്ളവരായിരിക്കും? അവരെന്ത് ചെയ്യണം? ഇന്ന് ഒലിവായിൽ കാത്തിരിക്കുന്നു പറയുന്നുവെങ്കിലും അതിനെക്കുറിച്ച് അല്പം പോലും ഗണ്യമല്ലാത്ത, അല്പം പോലും ചിന്തയില്ലാത്ത, അല്പം പോലും അതിന് പ്രാധാന്യം കൽപ്പിക്കാത്ത ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. അതിനുവേണ്ടി കാത്തിരിക്കുന്നുവെങ്കിൽ എങ്ങനെയുള്ളവരായിരിക്കണം? എന്ത് ചെയ്യണം? ഈ ആധുനിക കാലത്ത് ദൈവഭക്തിയെ ആദായ സൂത്രമെന്ന് കരുതുന്ന, പണമുണ്ടാക്കാൻ മാത്രം, ലോകത്തിൽ പേരുണ്ടാക്കാൻ മാത്രം, ഈ ലോകത്തിന് വേണ്ടി മാത്രം, 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറഞ്ഞായിരുന്നു, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരുന്ന സകല മനുഷ്യരും അരിഷ്ടന്മാരത്രേ. അത് ഒരല്പം ഭേദഗതി വരുത്താനുണ്ട്. ഈ ആയുസ്സിൽ മാത്രമെന്നല്ല, ഈ ആയുസ്സിന് വേണ്ടി മാത്രം. തമിഴ് ഭാഷാന്തത്തിൽ ഇത് മനോഹരമായി എഴുതിയിട്ടുണ്ട്. നാം ഇമ്മയ്ക്കാക മാത്രം ക്രിസ്തുവെ നമ്പിയിരുന്നാൽ സകല മനുഷ്യരുടെയും പരിതപിക്കപ്പെടത്തക്കവர்கள். നാം ഈ ആയുസ്സിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചാൽ എല്ലാ മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ഇന്നത്തെ പ്രാർത്ഥനകളുടെ പ്രധാന ഭാഗവും ഈ ആയുസ്സിന് വേണ്ടിയല്ലേ, ഇവിടുത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ. ദൈവത്തിന് നമ്മളെ ആവശ്യമൊന്നും അറിയത്തില്ല, ദൈവത്തിന് നമ്മെ എങ്ങനെ നടത്തണമെന്ന് അറിയത്തില്ല, എല്ലാം നാം പറഞ്ഞു കൊടുത്ത് അതുപോലെ ചെയ്യിച്ചെങ്കിലേ പറ്റുള്ളൂ എന്നല്ലേ ചിന്തിക്കുന്ന അനേകരും. പ്രസംഗങ്ങളിൽ നാം അതല്ലേ കേൾക്കുന്നേ. അപ്പോൾ ഈ കാത്തിരിക്കുന്നവൻ ഏതിന്? കാണാത്തതിനായി, നിത്യമായതിനായി കാത്തിരിക്കുന്നവൻ എന്ത് ചെയ്യണം? അതാണ് ഇന്ന് പൽക്കാലം ചിന്തിപ്പാൻ ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടി കാത്തിരിക്കുന്നു അവൻ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ കാത്തിരിക്കുന്നു ഇതില്ലാത്തവൻ നിത്യമായതിനു വേണ്ടി കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ കാണാത്തതിനു വേണ്ടി കാത്തിരിക്കുന്നതിനല്ല. ആ 4:18 വാക്യം പറഞ്ഞിട്ട് താഴോട്ട് വരുമ്പോൾ 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പൗലോസ് സത്യം അങ്ങ് തെളിച്ചു പറഞ്ഞു, കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. യാദൃശ്യമായത് ആരും കണ്ടിട്ടില്ല. പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ 1 പത്രോസ് 1-ാം അധ്യായത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ, അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾ സ്നേഹിക്കുന്നോ? ഞാൻ കർത്താവായ യേശുവിനെ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടല്ല ഇതിനൊക്കെ ഇറങ്ങിയത്, അവനെ സേവിക്കാൻ ഇറങ്ങിയത്, അവന് വേണ്ടി ജീവിക്കാൻ ഇറങ്ങിയത്, അവൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. എൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് യേശുവിനെ കണ്ടിട്ടേ ഇല്ല. മറ്റാരെങ്കിലും കണ്ടെന്ന് പറയുന്നെങ്കിൽ എനിക്ക് വിരോധവുമില്ല. കാര്യം 2000 വർഷം മുൻപ് നടന്ന കാര്യമാണ്. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഇടയ്ക്കൊരു വാക്ക് പറഞ്ഞാൽ ഞാൻ വഴിതെറ്റി പോകുന്ന സംശയമാണ്, ഇടയ്ക്ക് പറയുകയാണ്. ഈ ദൃശ്യമായതല്ല ഒരു വാക്യം എബ്രായ ലേഖനത്തിൽ അപ്പോസ്തലൻ പറഞ്ഞല്ലോ, ഈ കാണുന്ന 3-ാം വാക്യം, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. അത് ഒരു ഭാഗം മാത്രം എടുത്താൽ, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം നമുക്ക് ഇന്നറിയാം. എന്താ? ഈ ദൃശ്യവസ്തുക്കളെല്ലാം അദൃശ്യമായ സൂക്ഷ്മ വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. തന്മാത്രകളും ഏതൊരു വസ്തു എടുത്താലും സൂക്ഷ്മവസ്തു നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത തന്മാത്രകളാൽ നിർമ്മിക്കപ്പെട്ടതാണല്ലോ. ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. വെള്ളം, 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും ചേർന്നാണല്ലോ വെള്ളം ഉണ്ടാകുന്നത്. എത്രയോ തന്മാത്രകൾ കൂടി ചേരുമ്പോഴാണ് ദൃശ്യമായത് കിട്ടുന്നത്. അപ്പോൾ ഈ കാണുന്ന ലോകം തന്നെ അദൃശ്യ വസ്തുക്കളെ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ അദൃശ്യമാണ്. അനേകമായ അത്ര ഭാഗങ്ങൾ ചേരും, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന്
അദൃശ്യഭാഗങ്ങൾ ചേരുമ്പോഴാണ് ദൃശ്യമായ വസ്തുവായി നമുക്ക് കാണുന്നത്, നമ്മുടെ കണ്ണിൽപ്പെടുന്നത്. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. കാരണം അപ്പോൾ അത് ഇവിടെ ദൈവം പറയുന്നു, അത് ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു. ഉളവാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉളവായി. അത് വിശ്വാസത്താൽ അറിയുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ കാണാത്തതിനെ കാത്തിരിക്കാൻ കാരണം ഒരുവനിലുള്ള വിശ്വാസത്താലാണ്. അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു, അവൻ്റെ മരണത്താൽ മരിച്ചടക്കപ്പെട്ടു, ഒരുത്തരുന്നു. അവൻ്റെ മരണത്താൽ എല്ലാവർക്കും വിടുതലും പാപമോചനവും ഉണ്ടെന്നുള്ള ആ സത്യം അറിഞ്ഞ് മരിച്ചടക്കപ്പെട്ട ഒരുത്തരുന്നവൻ്റെ നാമത്തിൽ വിശ്വസിച്ചാൽ പാപമോചനവും നിത്യജീവനും ഉണ്ടെന്ന് അറിഞ്ഞ് അത് വിശ്വസിച്ച്, അത് അംഗീകരിച്ച്, അത് സ്വീകരിച്ച് അവനെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ ഇതിന് അവകാശിയാകുന്നു, കാണാത്തതിന് അവകാശിയാകുന്നു. അന്ന് മുതൽ ആ വ്യക്തി ആ കാണാത്തതിനെ വിശ്വസിച്ച് ജീവിക്കുന്നു. എത്ര നാൾ ഈ ഭൂമിയിലുണ്ടോ അത്ര നാളും കാണാത്തതിന് വേണ്ടി ജീവിക്കുന്നു. അപ്പോൾ വിശ്വാസമാണ് അടിസ്ഥാന ഘടകം. മാത്രമല്ല എബ്രായരുടെ 11 വിശ്വാസത്തിന് നിർവചനം എല്ലാവർക്കും പ്രസിദ്ധമാണല്ലോ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളിൽ നിശ്ചയം. എന്താ ആശിക്കുന്നേ? എന്താ കാണാത്ത കാര്യം? പൗലോസ് പറഞ്ഞല്ലോ, കാണാത്തതിനെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിന് പത്രോസ് പറഞ്ഞല്ലോ, അവൻ്റെ വാഗ്ദപ്രകാരം പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. മാത്രമല്ല കൊലോസ്യരുടെ 1-ാം അധ്യായത്തിൽ വിശുദ്ധന്മാർക്ക് വെളിച്ചത്തുള്ള അവകാശത്തിനായി കാത്തിരിക്കുന്നു. അപ്പോൾ നിത്യമായ ലോകമുണ്ടെന്നും അത് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതെന്നും അതിനുവേണ്ടി കാത്തിരിക്കണമെന്നും ദൈവവചനം പഠിപ്പിക്കുന്നു. അപ്പോൾ അത് വിശ്വസിക്കാൻ നാം തയ്യാറാകണം. ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ കാലത്തും ദൈവവചനത്തിലെ സത്യങ്ങൾ യുക്തി കൊണ്ടാണെന്ന് വിശ്വസിക്കാതെ മാറ്റിവെക്കുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ 1 അദ്ദേഹം വിശ്വസിക്കുക. 2 കർത്താവ് യേശുക്രിസ്തു വേറൊരു കാര്യം പറഞ്ഞായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ അത് നമുക്ക് കാണാം. 21-36. ആകയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുൻപിൽ നിൽക്കുവാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. സംഭവിക്കാനുള്ള എല്ലാത്തിനും ഒഴിഞ്ഞു പോകണം. അല്ലെങ്കിൽ അവൻ്റെ വരവരെയോ അതുവരെയുള്ള സകല ലോകത്തിൽ നടക്കുന്നതിൻ്റെ മോൾ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും ഒഴിഞ്ഞു പോകണം, അതിന് തെറ്റി ഒഴിയണം. എന്നിട്ട് മനുഷ്യപുത്രൻ്റെ മുൻപിൽ നിൽക്കാൻ പ്രാപ്തരാകണം, കർത്താവിൻ്റെ മുൻപിൽ. അല്ലെങ്കിൽ എഫെസ്യരിലെ 1-ാം അധ്യായം പറഞ്ഞ പോലെ നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാനത്തിന് മുൻപേ നമ്മെ തിരഞ്ഞെടുത്താണ് പ്രിയനായവൻ. അപ്പോൾ അത് മാത്രമല്ല 5-ാം അധ്യായത്തിൽ പറഞ്ഞു, അവൻ അവളെ വചനത്തോട് ജലസ്ഥാനത്തിൽ വെടിപ്പാക്കി സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി കറാച്ചുളുക്ക് ഒന്നുമില്ല തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെ താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് മനുഷ്യപുത്രൻ്റെ മുൻപിൽ നിൽക്കണം, അവൻ്റെ മുൻപിൽ നിൽക്കണം, എൻ്റെ കർത്താവിൻ്റെ മുൻപിൽ. അവൻ വരുമ്പോൾ യോഹന്നാനും പറയുന്നുണ്ടല്ലോ, അവൻ്റെ സന്നിധിയിൽ നിൽക്കണം. ഈ പ്രത്യാശ നമുക്ക് വേണം. അതിനെന്ത് ചെയ്യണം? സദാകാലം അല്ലെങ്കിൽ ഉണർന്നും അല്ലെങ്കിൽ ജാഗരിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. അതിൽ പ്രിയം വെച്ച്, അതിന് ശ്രദ്ധ വെച്ച്, അതിനായി ജാഗരിച്ച് പ്രാർത്ഥനാ ജീവിതമുള്ളവരായി ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ അതായി നാം ഇരിക്കണം. കാണുന്നതിന് വേണ്ടി കാണുന്നതും കാണാത്തതും കൂടെ കൂട്ടിക്കൊഴിച്ച് ഒരു അവിയൽ പരുവത്തിൽ എങ്ങനെയും ജീവിക്കാമെന്നുള്ളതല്ല. അതിൽ വിശ്വാസം വയ്ക്കുന്നെങ്കിൽ, കുറച്ചുകൂടെ തെളിച്ചു പറഞ്ഞാൽ, എബ്രായർ 10-ാം അധ്യായത്തിൽ അവസാന ഭാഗത്ത് കാണാൻ, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസത്താൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ അവനിൽ ആശ്രയിച്ച് കാണാത്ത കാര്യങ്ങൾ
അത് യഥാർത്ഥമാണെന്ന് വിശ്വസിച്ച് സ്വർഗീയമായതിനു വേണ്ടി വാഞ്ചിച്ച് ആശിക്കുന്നതിന് ഉറപ്പ് പ്രാപിച്ച് അതിൻ്റെ നിശ്ചയം പ്രാപിച്ച് അതുകൊണ്ട് സംശയിക്കാതെ അതിനു വേണ്ടി കാത്തിരിക്കുക. ആ വ്യക്തി സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ അദൃശ്യമായവയിൽ വിശ്വസിക്കുക മാത്രമല്ല, ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ അവന് ഉത്തരവാദിത്തമുണ്ട്. പലർക്കും നേരമില്ലാത്ത അതിനാണല്ലോ. പ്രാർത്ഥന തന്നെ മറ്റു പലതിനുമാണല്ലോ. എനിക്ക് അവൻ്റെ മുൻപിൽ കളങ്കമില്ലാത്തവരായിരിക്കും നിർത്തണം, എനിക്ക് നിൽക്കണം എന്നുള്ള ആഗ്രഹം ഇന്നത്തെ സമൂഹത്തിൽ കാണുന്നില്ലല്ലോ. ഇന്ന് ഞാൻ സ്ഥിരം പറയുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് അത് പറയാൻ എനിക്ക് ലജ്ജയുണ്ട്. വീരാജാവൈ ഒന്ന് വെച്ചാൽ മൂന്ന് കൂട്ടുവന്ന കുറുക്കിക്കുത്തുകാരൻ്റെ ഭാഷയിൽ ലോകത്തിൻ്റെ സുഖങ്ങൾക്കും ലോകത്തിൻ്റെ ധനത്തിനും ലോക ഇൻപങ്ങൾക്കും ലോകത്തിൻ്റെ സൗകര്യത്തിനും വേണ്ടി പ്രാർത്ഥനയെ ദുർവിനിയോഗം ചെയ്യുന്ന ഒരു പ്രവണതയിലെ ആത്മീയമണ്ഡലത്തിലുള്ളത്. കർത്താവ് പറഞ്ഞ സദാകാലം ഉണർന്നും എപ്പോഴും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. എന്തിന്? മനുഷ്യപുത്രൻ്റെ മുൻപിൽ നിൽപ്പാൻ പ്രാപ്തരാകേണ്ടതിന്. ഇല്ലെങ്കിൽ അവന് മുൻപിൽ നിൽപ്പാൻ കഴിയില്ലെന്നല്ലേ അതിൻ്റെ അർത്ഥം. മാത്രമല്ല, ഞാനത് വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്തകൾ പറഞ്ഞ് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആയല്ലോ. 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കണം. 2 പത്രോസ് 3-ാം അധ്യായം 11-ാം വാക്യം, ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൻ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തിരുവാനും ഉള്ള ദൈവദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരായിരിക്കണം. എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയും ഉള്ളവരായിരിക്കണം. ഇന്ന് വിശുദ്ധിയും ഭക്തിയും എന്താണെന്നറിയാത്ത, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ചുക്കാണോ ചുണ്ണാമ്പാണോ എന്നറിയാത്ത ഒരു സമൂഹമല്ലേ വളർന്നു വരുന്നത്. വിശുദ്ധിയെക്കുറിച്ച് മുൻപ് ഞാൻ വളരെ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഈ വിഷയത്തുള്ള ബന്ധത്തിൽ 2 വാക്ക് പറയട്ടെ. വിശുദ്ധിയിൽ നമ്മുടെ മാനദണ്ഡം 1 പത്രോസ് 1-ാം അധ്യായത്തിലുണ്ടല്ലോ, നിങ്ങളെ വിളിച്ച വിശുദ്ധനെ ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരായിരിപ്പീൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 15-16 നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം. മാത്രമല്ല, ഇബ്രാഹിം 12-ാം അധ്യായത്തിൽ പറഞ്ഞു, അവനോ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന്. നമുക്ക് തോന്നിയ വിശുദ്ധിയല്ല. പല സംഭവങ്ങളും കേട്ട് ഞെട്ടിപ്പോരണം ഇന്നത്തെ കാലത്ത്. എല്ലാം കൃപയാ, ബഹുഭാര്യത്വം. അതിൻ്റെ സംഖ്യ പറഞ്ഞ് ഞെട്ടിപ്പോയി. ഇതുപോലെ ധാർമ്മികമായി അനുഭവിച്ച് കാത്തിരിക്കുക. അവരും ദൈവാഗ്രഹി, ഞാൻ കഴിഞ്ഞിട്ട് വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ദൈവാഗ്രഹിക്കുക അത്യാഗ്രഹിക്കുക അവിടെ കാണത്തുള്ളൂ. ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ അവന് പങ്കില്ല. എത്ര 10 ദിവസം എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുള്ളവരായിരിക്കും. ജീവിത വിശുദ്ധി പ്രധാനം. ഒരശുദ്ധനും അവൻ്റെ സന്നിധിയിൽ കിടക്കയില്ല. ഒരു കാലത്ത് രക്ഷിക്കപ്പെട്ടുണ്ടെങ്കിൽ അവൻ്റെ രക്തത്താൽ കഴിയപ്പെട്ടു, എല്ലാ പാവവും പോയി. ശരി, പിന്നെയും ജീവിക്കുന്ന പാവലോകത്തിലാണ്. അശുദ്ധിയുടെ നടുവില്ല. വിശുദ്ധീകരണം പ്രാപിക്കണ്ടേ? എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയുമുള്ളവർ. ഭക്തി അത് രണ്ടും കൂടെ ചേർത്താ പറഞ്ഞ മണിക്കൂറുകൾ വിവരിക്കാനുണ്ട്, ഞാൻ വിവരിക്കുന്നില്ല. ഭക്തി, ദൈവഭക്തി. ദൈവഭയമുണ്ടോ ഇന്ന്? ദൈവത്തെ ഭയപ്പെടുന്നോ? വാക്കിൽ, നടപ്പിൽ, പെരുമാറ്റത്തിൽ, ചിന്തയിൽ, ഇടപാടിൽ ഒക്കെ. അപ്പോൾ വിശുദ്ധിയില്ലാത്ത, മാത്രമല്ല ഇബ്രാഹിം 12-ാം അധ്യായത്തിൽ പൗലോസ് തെളിച്ചു പറഞ്ഞു, എല്ലാവരോടും ശുദ്ധീകരണം പ്രാപിച്ച്. ആ വാക്യം തന്നെ ഞാൻ വായിക്കാം. 14-ാം വാക്യം, എല്ലാവരോടും സമാധാനം അയച്ച്
ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. അത് ഇംഗ്ലീഷ് ഭാഷാന്തത്തിലും തമിഴിലും വിശുദ്ധിയില്ലാതെ ആരും കർത്താവിനെ കാണുകയില്ലെന്ന്. ജീവിതവിശുദ്ധി കാത്ത് വിശുദ്ധരായി അവനെ കാണാൻ ഒരുങ്ങുക. എത്ര വിശുദ്ധയിലും അല്ലെങ്കിൽ നാം എത്ര വിശുദ്ധരാകാൻ ശ്രമിച്ചാലും അതിന് പരിധിയുണ്ട്. പക്ഷേ അവൻ നമ്മെ വിശുദ്ധീകരിച്ച് അവൻ്റെ ആത്മശക്തി നമ്മൾ പകർന്ന് അവൻ്റെ ആത്മാവിൽ ശുദ്ധീകരണം പ്രാപിച്ച് ദൈവത്തിൻ്റെ വിശുദ്ധന്മാരായി പാപത്തെ ജയിച്ച് ലോകത്തെ ജയിച്ച് പിശാചിനെ ജയിച്ച് ജയം കൊണ്ടവരായി ഈ ലോകത്തിൽ ജീവിക്കുന്ന എത്ര ഭാഗ്യം. അപ്പോൾ അതിന് അല്ലെങ്കിൽ അദൃശ്യ ലോകത്തിന് വേണ്ടി അഴിയാത്ത ലോകത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്ത നാടിനു വേണ്ടി കാത്തിരിക്കുന്ന ദൈവ പൈതൽ തീർച്ചയായിട്ടും ജീവിത വിശുദ്ധി പാലിക്കും. ആ പ്രത്യാശ ഇല്ലാത്തതുകൊണ്ടാ, ആ കാത്തിരിപ്പില്ലാത്തതുകൊണ്ടാ ഇങ്ങനെ സംഭവിക്കുന്നത്. 1 യോഹന്നാൻ 3 വാക്യത്തിൽ അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നല്ലോ. അപ്പോൾ യാതൊരു ആഘാത കാര്യത്തിനും ഇടപെടാതെ, യാതൊരു ആഘാത കാര്യത്തിലും ശ്രദ്ധ വയ്ക്കാതെ നിത്യമായ ലാക്കാക്കിക്കൊണ്ട് ഓരോ വേറൊരു ഭാഷ ആ ബന്ധത്തിൽ ഉപയോഗിച്ച് ഒന്ന് ഞാൻ ചെയ്യുന്നു. ഫിലിപ്പിയർ 3 പിൻപുള്ളത് മറന്നും മുൻപുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമകളുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടുന്നു. നമുക്ക് ഇന്നത്തെ കാലത്ത് ആ ചിന്ത കാണുന്നില്ലല്ലോ. ഉണ്ടെങ്കിൽ ജീവിതത്തിൽ കാണും, പെരുമാറ്റത്തിൽ കാണും, ഭാഷയിൽ കാണും, ഇടപാടുകളിൽ കാണും. വിശുദ്ധിയും ഭക്തിയും. ഭക്തിയുടെ വേഷമുണ്ട്, പക്ഷെ എൻ്റെ ശക്തിയില്ലല്ലോ. അപ്പോൾ യഥാർത്ഥ ദൈവഭക്തി നമ്മളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ശക്തിയും കാണും. ദൈവശക്തി നമ്മൾ ആവശ്യിക്കും. അത് വേദത്തിൽ മുന്നോട്ട് നീങ്ങട്ടെ. 2 പത്രോസ് 3:14 പിന്നെയും പറഞ്ഞു, അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കാൻ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹം നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിപ്പിൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കാൻ. എവയ്ക്കായി? 13 വാക്യം, നാം അവൻ്റെ ഭക്തപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിലും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. അല്ലെങ്കിൽ പൗലോസിൻ്റെ ഭാഷയിൽ കാണുന്നതിനെയല്ല കാണാത്തതിനെ കാത്തിരിക്കുന്നു. ഇവയ്ക്കായി കാത്തിരിക്കുന്നവർ മതി, അല്ലാത്തവർ വേണ്ട. കാത്തിരിക്കാൻ കളങ്കമില്ലാത്തവരായി, കറയും കളങ്കമില്ലാത്തവരായി. ഇന്ന് ഏതെങ്കിലും ഒരു കറ പിടിക്കാത്തവർ വളരെ കുറവാണ്. നാം പൊതുരംഗത്ത് അരിക്കൂറിന് അല്ലെങ്കിൽ കറ പിടിച്ച വസ്ത്രവുമായി പോകാൻ താല്പര്യപ്പെടുത്തില്ലല്ലോ. മനുഷ്യായ നാം പോലും പണക്കറ പിടിച്ചവർ, ജലക്കറ പിടിച്ചവർ, ഇങ്ങനെ പലതരം കറ പുസ്തകത്തിൽ തന്നെ ഉണ്ട്. എടുത്താൽ കറ പിടിച്ച് അങ്കിന്ന് ദൈവത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ പണക്കറയും ജലക്കറയും ഒക്കെ പിടിച്ച് നിന്നാൽ രാജ്യത്ത് കാണത്തില്ല, അവിടെ കാണത്തില്ല. എത്ര വിശുദ്ധിയമ്മൻ കറയും കളങ്കമില്ലാത്തവരായി, ഭക്തന്മാരായി, വിശുദ്ധന്മാരായി സമാധാനത്തോടെ അവനെ കാണുവാൻ, അവൻ നമ്മെ കാണുവാൻ ഉത്സാഹിക്കണം. വേറൊരു കാര്യം കാണാം. എബ്രാഹിം 1 അധ്യായത്തിൻ്റെ 78 വാക്യത്തിൽ, എബ്രാഹിം 12 28 ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. നന്ദിയുള്ളവരായി, ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നവർ നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് സേവ ചെയ്യുക. അതെങ്ങനെ? ഭക്തിയോടും ഭയത്തോടും കൂടെ. ഇവിടെയും ഭക്തിയെക്കുറിച്ച് പറയുന്നു. പത്രോസ് മാത്രമല്ല പറഞ്ഞത്, വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരായിരിക്കും. ഭക്തിയോടെ. യാക്കോബ്
യഥാർത്ഥ ഭക്തിയുള്ളവൻ്റെ ലക്ഷണം എന്താണെന്ന് തെളിച്ചു പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ മുൻപ് ചെയ്തതാണ്, അതൊന്നും ഇങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഇളകാത്ത രാജ്യം, കാണാത്തവനെ കാത്തിരിക്കുന്ന ദൈവമക്കൾ, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി കാത്തിരിക്കുന്നവർ, ഇളകാത്ത രാജ്യം പ്രാപിക്കാൻ കാത്തിരിക്കുന്നവർ എന്ത് ചെയ്യണം? ഒന്ന്, ദൈവത്തോട് നന്ദിയുള്ളവരെ. രണ്ട്, ദൈവത്തിന് പ്രസാദം വരണം. എങ്ങനെ പ്രസാദം വരണം? ഭക്തിയോടും ഭയത്തോടും കൂടെ ദൈവത്തെ സേവിക്കുക. ഇന്ന് നാം കാണുന്നതോ ദൈവത്തിന്റെ നിലവാരം ഇതാണ്. നമുക്ക് മുറുകെ പിടിക്കാനുള്ളത് തോന്നുപോലെ നടക്കുന്നവരുടെ മാതൃകയല്ല, ദൈവവചന പ്രകാരമാണ്. ഒരു വാക്യമുണ്ടല്ലോ, 119 സങ്കീർത്തനത്തിൽ, ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്ന എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ആ ബാലൻ എന്നുള്ള വാക്ക് നമ്മൾ വിട്ടാൽ, ഒരു മനുഷ്യൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്ന എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ദൈവവചനത്തിനൊത്തവണ്ണം നമ്മെ സൂക്ഷിക്കുക. ഇന്ന് പലപ്പോഴും അതല്ലല്ലോ, നമ്മുടെ അകാത്ത നടപ്പിന് അനുരൂപമാകത്തക്ക രീതിയിൽ വചനത്തെ വളച്ചൊടിക്കുന്ന അവസ്ഥയല്ലേ ആത്മീയമണ്ഡലത്തിൽ ഉടനെല്ലാം കാണുന്നത്. ദൈവത്തിന്റെ മാനദണ്ഡം ഇതാണ്. ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നവർ ഭക്തിയോടെ നന്ദിയുള്ള ഹൃദയത്തോടെ എന്നെ ദൈവം, ഒരു പാട്ട് ഇത് നമ്മൾ ഇടയ്ക്ക് പാടാറുണ്ടല്ലോ, എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നെ എന്ത് നീ കണ്ടേശു എന്ന് പാടാറുണ്ട്. എന്നാൽ നന്ദിയുണ്ടോ ദൈവത്തോട്? നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ്. അങ്ങേർക്ക് വേണേ വന്ന് പ്രസാദിച്ചു പോട്ടെ എന്ന ഭാവമല്ലേ നമുക്ക്? ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും സേവ ചെയ്യും. അതല്ല, കൺക്ലൂഡ് അവസാനിപ്പിക്കട്ടെ. പത്രോസ് എത്ര വിശുദ്ധിയും ഭക്തിയും ഉള്ളവരായിരിക്കും എന്ന് പറഞ്ഞിട്ട്, കളയും കളങ്കവും ഇല്ലാത്തവരായി കാണുവാൻ ഇതിനുവേണ്ടി കാത്തിരിക്കുന്ന അതിനുവേണ്ടി ഉത്സാഹിക്കണം എന്ന് പറഞ്ഞിട്ട് 2 കാര്യം കൂടെ പറഞ്ഞായിരുന്നു. അല്ലെ, താഴെയുള്ള വാക്യങ്ങളുണ്ട്, 17ഉം 18ഉം. ആ 17ആം വാക്യം ഞാൻ എൻ്റെ വീഡിയോ ആയിട്ട് ചെയ്ത്, അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണ് പോകാതിരിപ്പാൻ സൂക്ഷിച്ചു, ജാഗ്രതയായിരിക്കും. അധർമ്മികൾ തട്ടിപ്പാന്റെ അല്ലെങ്കിൽ പത്യോപദേശത്തിന് വിരുദ്ധമായി, ദൈവവചനത്തിലെ ശരിയായ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി, വിശുദ്ധീകരണത്തിനും നീതീകരണത്തിനും ഭക്തിക്കും ദൈവസ്നേഹത്തിനും ഒക്കെയുള്ള ഉപദേശത്തിന് വിരുദ്ധമായി പഠിപ്പിക്കുന്ന, പണത്തിന് വേണ്ടി ദൈവത്തെ വളച്ചൊടിക്കുന്ന ആകാത്ത ദുർനടപ്പുകാരുടെ നടപ്പുകാരുടെ വഞ്ചനയിൽ കുടുങ്ങിപ്പോകരുത്. അത് സൂക്ഷിക്കണം. മാത്രമല്ല, കൃപയിലും നമ്മുടെ കർത്താവിൻ്റെ പരിജ്ഞാനത്തിലും വളർന്നു. ഇത് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇളകാത്ത രാജ്യം പ്രാപിക്കുന്ന, അല്ലെങ്കിൽ കാണാത്തതിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ലക്ഷണം ഇതാണ്. അവൻ അതിനെ ഏത് ഫിലോസഫി അതിന് വിരുദ്ധമായി കൊണ്ടുവന്നാലും അവനത് അംഗീകരിക്കത്തില്ല, അവൻ്റെ വിശ്വാസം മാറത്തില്ല. കാരണം എൻ്റെ ദൈവം അനുസരിച്ച്, ദൈവത്തിൻ്റെ സത്യവചനത്തിൽ ദൈവം അനുസരിച്ചിരിക്കുന്നോ, ഞാൻ എന്നെ വിശ്വസിക്കുന്നു, എൻ്റെ നടപ്പ് വിശ്വാസത്തിലാണ്, ഞാൻ ജാഗ്രതിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് നാളുകൾ കഴിക്കും എന്ന് ഈ ലോകത്തെ വിടുന്നോ, അല്ലെങ്കിൽ എന്ന് എൻ്റെ കർത്താവ് വരുന്നോ, അന്ന് എനിക്ക് എന്നോട് ചെല്ലാം. പൗലോസിൻ്റെ ഭാഷ വേറെന്നാണല്ലോ, വല്ല വിധേനയും മരിച്ച എന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കും. കഴിഞ്ഞ കുറച്ചു കാലം മുൻപ് അതൊരു തിയോളജിയായിട്ട് ഒരു കൂട്ടർ പഠിപ്പിക്കുന്ന ഔട്ടർ റിസറക്ഷൻ എന്നും പറഞ്ഞ് ഒരു സിദ്ധാന്തം പഠിപ്പിക്കുന്ന ഞാൻ കേൾക്കുകയുണ്ടായി. ഇങ്ങനെ പല എടുത്ത് പോട്ടെ, ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. അതിനു വേണ്ടി കാത്തിരിക്കുന്ന, ഇളകാത്തതിന് വേണ്ടി കാത്തിരിക്കുന്ന, അഴിയാത്തതിന് വേണ്ടി കാത്തിരിക്കുന്ന, കാണാത്തതിന് വേണ്ടി കാത്തിരിക്കുന്ന, അതിനുവേണ്ടി ജാഗരിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ വേണം. മാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞു വിടട്ടെ, വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കും. ക്രിസ്തു എന്ന മാനദണ്ഡം നമ്മുടെ ജീവിതത്തിൽ പാർത്തി, അതേപോലെ അവനെ പോലെ
നിർമ്മലരായി ജീവിതത്തിൽ എല്ലാ അശുദ്ധിയിൽ നിന്നും വേർപെട്ട് അവനെ പോലെ നിർമ്മലരായി ജീവിക്കണം. കറയും കളവും ഇല്ലാത്തവരായിരിക്കണം. നന്ദിയുള്ളവരായി ദൈവത്തിൻ്റെ പ്രസാദം വരുമാറ് നാം അവനെ സേവിക്കണം. അധർമ്മയുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥലത്തെ വിട്ടു വീണു പോകാതിരിപ്പാൻ നാം സൂക്ഷിക്കണം. കൃപയിലും നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ നാൾക്കാൾ വളർന്ന് ക്രിസ്തുവാന്ന് തലയോളം വളർന്ന് അവനെ പോലെയായി ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞ് കർത്താവിനായി കാത്തിരും. കാരണം നാം ഈ ലോകത്തിലുള്ളവരല്ല. രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്ന യഥാർത്ഥമായി വീണ്ടും ജനിച്ചു എന്ന് പറയുന്ന വ്യക്തി ഈ ലോകത്തിലുള്ളവരല്ല. ഫിലിപ്പിയൻസിൽ പൗലോസ് പറഞ്ഞല്ലോ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ ശക്തിയുള്ള തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തോ. അത് ഇതറിഞ്ഞിരിക്കെ, ഈ സത്യം അറിഞ്ഞിരിക്കെ അതിനുവേണ്ടി കാത്ത്, അതിനുവേണ്ടി ജാഗരിച്ച് കറയും കളങ്കവുമില്ലാത്തവരായി വിശുദ്ധരായി അതിൽ പ്രിയം വെച്ച് അതിനെ വിശ്വസിച്ച് അതിനെ കാത്ത ഒരു ശക്തിയും ആ ഭാഗ്യകരമായ പ്രത്യാശയിൽ നമ്മെ അകറ്റാവും. ദൈവത്തിന് പ്രസാദം വരുമാറ് അവനെ സേവിക്കാം. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഇളകാത്ത രാജ്യം അല്ലെങ്കിൽ കാണാത്തതിന് വേണ്ടി കാത്തിരിക്കുന്നവർ മാത്രമേ ചെയ്താൽ മതി. കാണാത്തതിന് വേണ്ടി കാത്തിരിക്കുന്നതിൻ്റെ അനുഭവമാണിത് നമ്മുടെ ജീവിതത്തിൽ. എത്രയും വേഗത്തിൽ ആ കാണാത്ത രാജ്യം, ഇളകാത്ത രാജ്യം, ദൈവം വാഗ്ദത്തം നീതി വസിക്കുന്ന പുതിയ വാനഭൂമികൾ അത് അവകാശമാക്കുവാൻ കർത്താവ് ഒളിച്ചിരിക്കെ അത് നഷ്ടപ്പെട്ടു പോയെന്ന് വരാതിരിക്കാൻ നമുക്ക് സൂക്ഷിക്കാം. ഭക്തിയോടെ ജീവിക്കാം, പ്രാർത്ഥനാപൂർവ്വം ജീവിക്കാം, വിശ്വാസത്തോടെ ജീവിക്കാം, വിശുദ്ധരായി ജീവിക്കാം, നന്ദിയുള്ളവരായി ജീവിക്കാം. ദൈവമായ കർത്താവ് നമ്മെ എന്നെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവനായ സ്വർഗപിതാവേ, നിങ്ങളെ അവിടുത്തെ കരങ്ങളെ ഏൽപ്പിക്കണം. കാണുന്നതിനല്ല, കാണാത്തതിന് എത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് അപ്പോസ്തലൻ പറഞ്ഞ അപ്പോസ്തലന്മാർ, അതേപോലെ ആ പൗലോസും പത്രോസും യോഹന്നാനും എല്ലാം പറഞ്ഞ ആ ഭാഗ്യകരമായ രാജ്യത്തിന് ഞങ്ങൾ കാത്തിരിക്കുന്നത് എങ്ങനെയാകണമെന്നും ഞങ്ങളുടെ ലക്ഷണം എന്തെന്നും ചിന്തിപ്പാൻ ഞങ്ങൾക്കിടയായല്ലോ. ദൈവത്തിൻ്റെ വിശ്വാസമുള്ളവരായി, ദൈവത്തിൻ്റെ വിശുദ്ധരായി, കർത്താവേ ദൈവഭക്തരായി, അത് അങ്ങോട്ട് നന്ദിയുള്ളവരായി, കളയും കളങ്കവും ഇല്ലാത്തവരായി, നിർമ്മലായി ഈ ലോകത്തിൽ ജീവിച്ച കർത്താവേ, ശത്രുവിൻ്റെ വഞ്ചകൻ്റെ കണിയിൽ കുടുങ്ങിപ്പോകാതെ അങ്ങയുടെ കൃപയിലും അങ്ങയുടെ പരിജ്ഞാനത്തിലും വളർന്ന് അങ്ങേ പോലെയായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കൃപ പകരണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.